ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. എ ഗ്രീൻ പ്രോമിസ്, സ്മോൾ എൻ്റർപ്രൈസസ് ക്യാൻ ബി ദ മെയിൻ സ്റ്റേ ഓഫ് ദി ഗ്രീൻ എക്കോണമി. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞൊരു പുതിയ മിഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. എഡിറ്റോറിയലാണ് എ ഗ്രീൻ പ്രോമിസ് എന്ന തലക്കെട്ടോടുകൂടിയുള്ളത്. The Union Cabinet has cleared rupees 17,490 crore National Green Hydrogen Mission that aims to facilitate the production of hydrogen from renewable energy. റിന്യൂവബിൾ എനർജിയിൽ നിന്ന് നമ്മൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മിഷനാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ ക്ലീൻ എനർജിക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയം വേറെ ഇല്ല. കാരണം കാർബൺ എമിഷൻസ് എല്ലാ രാജ്യങ്ങളിലും കൂടുകയാണ്. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ തന്നെ വെതർലി മറ്റ് അഗ്രികൾച്ചർ പാറ്റേൺസിൻ്റെയൊക്കെയുള്ള വ്യത്യാസം വളരെ വളരെ കൂടുതലാണ്. ഭയാനകമായിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും റിന്യൂവബിൾ എനർജിയിലെ ഏറ്റവും ക്ലീനസ്റ്റ് എനർജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ് അതിനോടുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഈസ് എൻ എസെൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ ദാറ്റ് ഹാസ് എ റേഞ്ച് ഓഫ് യൂസസ് ഫ്രം പ്രൊഡ്യൂസിങ് അമോണിയ, മേക്കിംഗ് സ്റ്റീൽ ആൻഡ് സിമെൻറ്റ് ടു പവറിങ് ഫ്യൂവൽ സെൽസ് ആൻഡ് ക്യാൻ റൺ ബസ്സസ് ആൻഡ് കാർസ്. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻ ഉള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കാരണം ഹൈഡ്രജൻ യൂസ്ഡ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ എനർജി. ഫോസിൽ ഫ്യൂവൽസ് അല്ല, റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇതിന് വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ തൊട്ട് ബസ്സസും അതുപോലെ തന്നെ കാർസ് അടക്കം ഫ്യൂവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലീൻ എനർജി ഫ്യൂവലാണ് ഹൈഡ്രജൻ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദ ചീപ്പസ്റ്റ് വേ ടു മാനുഫാക്ചർ ദിസ് ഈസ് ടു റിലൈ ഓൺ ഫോസിൽ ഫ്യൂവൽ സച്ച് എസ് കോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഹൈഡ്രജനെ വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, എക്കണോമിക്കലായിട്ട് വില കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചാണ്, കോളും നാച്ചുറൽ ഗ്യാസൊക്കെ വെച്ചാണ്. പക്ഷേ അത് എന്തിനെ ബാധിക്കും? അത് എൻവയോൺമെൻറ്റിനെ വളരെ മോശമായിട്ട് ബാധിക്കും. കാരണം എന്താ, ഈ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന ഓരോ സ്ഥലത്തും എന്ത് പറ്റും, കാർബൺ എമിഷൻസ് കൂടും, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിന് ഡാമേജ് ഉണ്ടാവും. ആക്ച്വലി എൻവയോൺമെൻറ്റിന് ഡാമേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന പ്ലാൻ ഉദ്ദേശശുദ്ധിക്ക് അതിന് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ റിന്യൂവബിൾ എനർജി വെച്ച് എന്തിനെ ഉണ്ടാക്കണം, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കണം. അതാണ് ചെയ്യുന്നത്. ദ കൺസേൺസ് ഓവർ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ദ ഗ്രാജുവൽ ബട്ട് സ്റ്റഡി എംബ്രേസ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഹാവ് സ്റ്റോക്ക്ഡ് ദ വേൾഡ്സ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊഡ്യൂസിംഗ് ഹൈഡ്രജൻ ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് സോളാർ ആൻഡ് വിൻഡ് എനർജി. അപ്പോൾ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, റിന്യൂവബിൾ എനർജി ഫ്രം ഉപയോഗിച്ചാണ്, സോളാർ ആൻഡ് വിൻഡ് എനർജി. അപ്പോൾ NGH മിഷൻ്റെ എയിം എന്ന് പറയുന്നത് to develop infrastructure to produce and transport green hydrogen from certain nerve centers to production hubs where they can be used in various industrial applications. ഒരു പ്രൊഡക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക ഈ പറയുന്ന പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് അത് വളരെ സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും, മറ്റ് അപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുകയും ചെയ്യാതെ. NGH മിഷൻ ഹാസ് കമ്മിറ്റഡ് ടു ഫിനാൻസ് ദ ഡീറ്റെയിൽസ് ആർ നോട്ട് യെറ്റ് അവൈലബിൾ മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോലൈസസ്. എന്താണ് ഇലക്ട്രോലൈസസ്? വെള്ളത്തിന് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുന്ന മെഷീൻസ് ആണ് എന്ത്, ഇലക്ട്രോലൈസേഴ്സ്, എക്യുപ്മെൻറ്റ്സ് ആണ്. ഈ ഇലക്ട്രോലൈസേഴ്സ് അബദ്ധവശാൽ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഇലക്ട്രോലൈസേഴ്സ് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എയിം. വളരെ അംബിഷ്യസ് ആണ്, ഹൈ അംബിഷൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ മാനുഫാക്ചറിങ് ഹബ്ബുകൾ ഇവിടെ ആക്ച്വലി ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുണ്ടോ? മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സെക്ടർ നമുക്ക് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എപ്പോഴും മാനുഫാക്ചറിങ് ബേസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രോലൈസേഴ്സ് ഉണ്ടാക്കിയാലും എത്ര എക്സ്റ്റെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കി തന്നെ കാണണം. ഇന്ത്യസ് അണ്ടർലൈങ് മാനുഫാക്ചറിങ് ബേസ് കണ്ടിന്യൂസ് ടു ബി വീക്ക് ആൻഡ് അണേബിൾ ടു എഫിഷ്യൻ്റ്ലി അബ്സോർബ് ദ യൂട്ടിലൈസ് ഗ്ലോബൽ ക്യാപിറ്റൽ. ഫോർ ഇന്ത്യ ടു റിയലൈസ് ആംബിഷൻസ് ഇറ്റ് മസ്റ്റ് സ്ട്രെങ്തൻ ഇറ്റ് സ്മോൾ മാനുഫാക്ചറിങ് അലൈഡ് എൻ്റർപ്രൈസസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഗ്രീൻ എക്കോണമിയായി ബന്ധപ്പെട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സും ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമാണ്. നമ്മുടെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ല, അതിൻ്റെ ഒരു നേസൻ സ്റ്റേജിലാണ്, അതായത് അതിൻ്റെ തുടക്കത്തിൻ്റെ സ്റ്റേജിലാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, സ്മോൾ എൻ്റർപ്രൈസസ് ആണ്. സ്മോൾ എൻ്റർപ്രൈസസിനെ നമ്മൾ എക്യുപ്പ് ചെയ്ത് അവരോട് ഈ പറയുന്ന ഇലക്ട്രോലൈസേഴ്സ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഡിമാൻഡ്സ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതിനൊരു ഇമ്പോർട്ടൻസ് എന്താ, കോളിലും നാച്ചുറൽ ഗ്യാസിലും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഡാമേജ് കൂടുകയുള്ളൂ. അതുകൊണ്ട് ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, റിന്യൂവബിൾ എനർജി റിസോഴ്സ് ഉപയോഗിച്ചാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കേണ്ടത്. അതിനാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെൻറ്റ്സും ആവശ്യമാണെന്ന് പറയുന്നത്. അവിടെയാണ് സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ റെലവൻസ് കിടക്കുന്നത്.